പ്രധാനപ്പെട്ട വാർത്ത കൂടി രാകേഷ് പങ്കുവയ്ക്കുക. അത് വേറൊന്നുമല്ല, ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ JDS MPയും NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ അമ്മ ഭവാനി രേവണ്ണയെ ഇന്ന് ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ പ്രജ്വലിനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഈ കേസിൽ അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ പ്രജ്വൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. എൽദോ, ഭവാനി രേവണ്ണയെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പ്രജ്വൽ രേവണ്ണയുടെ അമ്മയാണ് ഭവാനി രേവണ്ണ. കാരണം അതിജീവിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇതിനോടകം തന്നെ നിലവിൽ കേസ് നിലവിലുണ്ട് ഭവാനി രേവണ്ണയ്ക്ക്. അതായത് മൈസൂരുവിലെ KR നഗറിൽ നിന്നാണ് അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസിൽ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭവാനി രേവണ്ണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഹാജരാവാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, താൻ വീട്ടിലുണ്ടാകും എന്നൊരു മറുപടി നേരത്തെ തന്നെ ഭവാനി രേവണ്ണ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൊലെ നരസിപൂരിലെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. ഇന്നലെ നൽകിയ കത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത് ഇന്ന് 10 മണിക്കും 5 മണിക്കും ഇടയിലായി അന്വേഷണ സംഘം ഹൊലെ നരസിപൂരിലെ വസതിയിലെത്തും, അവിടെ ഉണ്ടാകണം എന്നൊരു ആവശ്യം ഈ കത്തിൽ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായാണ് എത്തുക എന്നുകൂടി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ കേസിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഭവാനി രേവണ്ണ. ഇന്നലെ അത് കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഈ കേസിൽ രേവണ്ണ കുടുംബത്തിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകയാണെന്ന് തന്നെ പറയാം. കാരണം ഇന്നലെയാണ് പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു വിമാനത്താവളത്തിൽ, ജർമ്മനിയിൽ നിന്ന് എത്തിയ ഉടനെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുകയും 7 ദിവസത്തെ കസ്റ്റഡി വിടുകയും ചെയ്തിരുന്നു കോടതി. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലാണ് പ്രജ്വൽ രേവണ്ണയുള്ളത്. സ്വാഭാവികമായും ഈ കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണുകൾ അടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. പക്ഷേ പ്രജ്വൽ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത് ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ ഹാസനിലെ ഓഫീസ് അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം പീഡനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും അവിടങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോയി ഒരു തെളിവെടുപ്പിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.